ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 6, വിശുദ്ധ പിയറീന മൊറോസിനി. അക്രമവും ചതിയും നിറഞ്ഞ ആധുനിക ലോകത്തെ വിശുദ്ധിയുടെ അടയാളമാണ് പിയറീന മൊറോസിനി എന്നാണ് പോപ്പ് ജോൺ പോൾ II മാർപ്പാപ്പ ഈ വിശുദ്ധയെ വിശേഷിപ്പിച്ചത്. 1957 ഇറ്റലിയിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കൊല്ലപ്പെട്ട ഈ 26-കാരിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലായിരുന്നു പോപ്പ് ഈ വിശേഷണം അവർക്ക് കൊടുത്തത്. ഇറ്റലിയിലെ ബെർഗാമോ രൂപതയിലുള്ള ഒരു കുടുംബത്തിലെ ദരിദ്രരായ മാതാപിതാക്കളുടെ 8 മക്കളിൽ ഒരുവളായി 1931 പിയറീന ജനിച്ചത്. കുടുംബത്തിന്റെ പറ്റുന്നതിനു വേണ്ടി 15-ാം വയസ്സിൽ ഒരു നെയ്ത്തുശാലയിൽ അവൾ ജോലിക്ക് പോയി തുടങ്ങി. ചെറുപ്രായം മുതലേ അടിയുറച്ച ദൈവവിശ്വാസിയായിരുന്നു അവൾ. വില പിടിച്ച വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇല്ലായിരുന്നെങ്കിലും അതിനേക്കാളൊക്കെ വിലപിടിച്ചതായി അവൾ കണ്ടത് തന്റെ കന്യകാത്വമായിരുന്നു. ഒരു കന്യകയായി എന്നും ദൈവത്തിനു വേണ്ടി ജീവിക്കുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു. 8 മക്കളെ വളർത്താൻ കഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബത്തിന്റെ ഭാരം പകുതി ഏറ്റെടുത്തതിനാൽ അവൾക്ക് മഠത്തിൽ ചേർന്ന ഒരു കന്യാസ്ത്രീയാകുവാൻ സാധിച്ചില്ല. എന്നിരുന്നാലും മതാധ്യാപികയും സാമൂഹിക പ്രവർത്തകയായും അവൾ പ്രവർത്തിച്ചു. ജോലിയുടെ ഇടവേളകളിൽ പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പിയറീന സമയം കണ്ടെത്തി. പിയറീനയ്ക്ക് 26 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് അവൾ വീട്ടിലെത്തിയപ്പോൾ കാമഭ്രാന്തനായ ഒരു മനുഷ്യൻ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അവൾ വഴങ്ങിയില്ല. പലവിധ പ്രലോഭനങ്ങൾ കൊണ്ട് അയാൾ അവളെ വശീകരിക്കാൻ ശ്രമിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവളെ അയാൾ കല്ലെറിഞ്ഞ് വീഴ്ത്തി മാനഭംഗപ്പെടുത്തിയ ശേഷം അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധയായ മരിയ കൊരേത്തിയുടെ ജീവിതത്തിന്റെ തനി ആവർത്തനമായിരുന്നു ഒരു തരത്തിൽ പിയറീനയുടെ ജീവിതവും. മരിയയെപ്പോലെ കാമഭ്രാന്തനായ മനുഷ്യനാൽ പിയറീനയും കൊല്ലപ്പെട്ടു. പിയറീനയുടെ വിശദമായ ജീവിതത്തെ ഏവരും അംഗീകരിച്ചിരുന്നു. കൊണ്ടുതന്നെ അക്കാലത്ത് ഇറ്റലി കണ്ട ഏറ്റവും വലിയ ശവസംസ്കാര ചടങ്ങായിരുന്നു അവളുടേത്. തന്റെ ചാരിത്രം നിലനിർത്തുന്നതിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച പിയറീനെ മാനഭംഗത്തിനിരയാക്കുന്നവരുടെ മധ്യസ്ഥയാണ് കണക്കാക്കുന്നത്. ഇന്നീ ദിവസം വിശന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.